നമ്മൾ നേപ്പാളിൽ കണ്ട തരത്തിൽ യുവജന പ്രക്ഷോഭം ഇപ്പോൾ ആഗോളതലത്തിൽ പടരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നേപ്പാൾ, മാഡഗാസ്കർ, കെനിയ, പെറു, ഇന്തോനേഷ്യ, ഇപ്പോഴിതാ മൊറോക്കോയിലേക്കും ഈ പ്രക്ഷോഭം പടരുകയാണ്. മൊറോക്കോയിൽ ജെൻസി 212 എന്ന ഒരു സ്വതന്ത്ര യുവജന പ്രസ്ഥാനമാണ് സോഷ്യൽ മീഡിയ വഴി പ്രക്ഷോഭത്തിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. ആ സമരം രാജ്യമെങ്ങും വ്യാപിക്കുകയാണ്. ഇപ്പോൾ മൊറോക്കോയിൽ പ്രതിഷേധക്കാരും സുരക്ഷാ ഏജൻസികളും ഏറ്റുമുട്ടുന്നു. അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ. യുവാക്കളുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനങ്ങൾ അങ്ങനെ പലയിടത്തും സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: മെച്ചപ്പെട്ട സാമൂഹ്യ സേവനം, അഴിമതി കുറയ്ക്കണം എന്നത് അവർ കർശനമായി ആവശ്യപ്പെടുന്നു. അതോടൊപ്പം മറ്റ് പല ആവശ്യങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മൊറോക്കോയിൽ നൂറുകണക്കിന് ആളുകളാണ് ഈ ആവശ്യവുമായി തെരുവിൽ ഇറങ്ങുന്നത്, പ്രക്ഷോഭം നയിക്കുന്നത്. അവർ കാറുകൾ കത്തിക്കുന്നു, ബാങ്കുകൾ കത്തിക്കുന്നു, സുരക്ഷാ ഏജൻസിക്ക് നേരെ കല്ലെറിയുന്നു, സുരക്ഷാ സേന പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടുന്നു, അവരെ തിരിച്ച് ശാരീരികമായി ആക്രമിക്കുന്നു. അപ്പോൾ അറസ്റ്റിനെതിരെയൊക്കെ വ്യാപക പ്രതിഷേധം വരുന്നു. മൊറോക്കൻ അസോസിയേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഇതിനെപ്പറ്റി പറയുന്നത് അങ്ങനെയാണ്: പല അറസ്റ്റുകളും നീതിയുക്തമല്ല എന്ന് അവർ പറയുന്നു. ഔജദ് നഗരത്തിൽ പോലീസുകാർ ഒരു വാഹനം എടുത്തുകൊണ്ടുപോയി പ്രതിഷേധക്കാരനെ ഇടിച്ചു. അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. അപ്പോൾ മെച്ചപ്പെട്ട ആരോഗ്യം, വിദ്യാഭ്യാസം, മറ്റ് സേവനങ്ങൾ, തൊഴിലവസരങ്ങൾ, ഇതൊക്കെ ഒരു മുദ്രാവാക്യമായി ഉയർത്തി ഇപ്പോൾ യുവാക്കൾ രംഗത്തിറങ്ങുകയാണ്. അപ്പോൾ അവരവിടെ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം, ഈ 2030 ഫിഫ ലോകകപ്പിനായി അവിടെ സ്റ്റേഡിയങ്ങളൊക്കെ നിർമ്മിക്കുകയാണല്ലോ. അപ്പോൾ അതിനായി വലിയ തോതിൽ പണമൊക്കെ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, മൊറോക്കോയും പോർച്ചുഗലും സ്പെയിനും ചേർന്നാണ് ഈ മത്സരം സംയുക്തമായി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ആതിഥ്യം വഹിക്കുന്ന സാഹചര്യത്തിൽ അവിടെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തലസ്ഥാനമായ റാബത്തിൽ നടന്നു വരികയാണ്. അപ്പോൾ അതിനെതിരെയൊക്കെ പ്രതിഷേധം വരികയാണ്. അവിടെ ബോർഡുകളിൽ ഇങ്ങനെ എഴുതി വയ്ക്കുന്നു: ഈ ഫിഫ സ്റ്റേഡിയത്തിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റെങ്കിലും ഉണ്ടാകും, ഞങ്ങളുടെ ആശുപത്രിയിൽ അതുപോലും ഇല്ല. അപ്പോൾ ഇത് എന്തുതരം ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന തരത്തിൽ അവർ എഴുതി വയ്ക്കുന്നു. അതോടൊപ്പം ഈ പല പ്രക്ഷോഭങ്ങളിലും നമ്മൾ കാണുന്നത് ഈ ഒരു തലയോട്ടി, ഒരു തൊപ്പി ധരിച്ച, ഒരു സ്ട്രോ ഹാറ്റ് ധരിച്ച ഒരു ചിത്രമാണ്. അപ്പോൾ അത് ജോളി റോഗർ, സ്ട്രോ ഹാറ്റ് ജോളി റോഗറിൻ്റെ ചിത്രമാണ്. അത് ഈ വൺ പീസ് മാങ്ക സീരീസിലെ, ജാപ്പനീസ് സീരീസ് ആണല്ലോ, അപ്പോൾ അതിലെ ചിത്രം ഉപയോഗിച്ചാണ് ഇവരെല്ലായിടത്തും ഈ പ്രക്ഷോഭങ്ങൾ നയിക്കുന്നത്. അപ്പോൾ തലയോട്ടി ധരിച്ച ഈ തൊപ്പി ധരിച്ച ഈ തലയോട്ടി എല്ലാ ചിത്രങ്ങളിലും അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു പൊതുചിത്രമായി വരികയാണ്. അപ്പോൾ നേപ്പാളിലും സമാന രീതിയിൽ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അവിടെ പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. അത് പ്രധാനമന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ചു. പിന്നീട് അവിടെ ഒരു ഇടക്കാല ഭരണകൂടമൊക്കെ നിലവിൽ വന്നു. അതേസമയം മാഡഗാസ്കറിൽ പ്രസിഡന്റിന് സർക്കാരിനെ പിരിച്ചുവിടേണ്ടി വന്നു. പ്രതിഷേധക്കാരെ സമാധാനിപ്പിക്കാൻ മറ്റൊരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ മാഡഗാസ്കറിൻ്റെ പ്രധാനമന്ത്രി ക്രിസ്റ്റ്യൻ നെറ്റ്സെയ്ക്ക് തൻ്റെ സ്ഥാനം ഒഴിയേണ്ടി വന്നു. പക്ഷേ പുതിയൊരു ഭരണം വരുന്നത് വരെ അദ്ദേഹം തുടരും എന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് ആൻഡ്രി രജോലിന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ അസ്വസ്ഥതകൾ അവിടെയും പടരുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും പ്രധാനമന്ത്രിക്കും തൽക്കാലം പുതിയൊരു സർക്കാർ ഉണ്ടാകുന്നതുവരെ പിടിച്ചു നിൽക്കാൻ അധികാരത്തിൽ തുടരാം എന്ന് പ്രസിഡന്റ് വ്യക്തമാക്കുകയാണ്. എല്ലായിടത്തും പ്രധാന ആവശ്യം വൈദ്യുതി, ജലവിതരണം, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവിടെയും പ്രക്ഷോഭം ആരംഭിച്ചത്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ തെരുവിൽ ഇറങ്ങുകയാണ്. അപ്പോൾ രാജ്യത്ത് ആകെ ഒരു സുഖമല്ലാത്തൊരവസ്ഥ വരുന്നു എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അവിടുത്തെ തലസ്ഥാനമായ ആൻറ്റനാൻറിയോയിൽ അവിടെ നഗരങ്ങളിൽ ആളുകൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. പലയിടത്തും കർഫ്യൂകൾ ഏർപ്പെടുത്തി. കെനിയയിലും സമാനമായ രീതിയിലുള്ള ഒരു യുവജന പ്രക്ഷോഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഈ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ചില പ്രസ്താവനകൾ അത് കേട്ട് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. കെനിയയിലെ ഒരു ധനകാര്യ ബില്ലിനെതിരെയാണ് ഒരു പ്രതിഷേധം വന്നത്. 2024 ഒരു ധനകാര്യ ബില്ലിൽ ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയാണ് ആദ്യം ഈ പ്രതിഷേധം വരുന്നത്. ഏതായാലും കെനിയൻ സർക്കാർ ആ ബില്ല് തടഞ്ഞു വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നികുതി വർധനവിനെതിരെ ആണ് കെനിയയിൽ ഒരു വലിയ പ്രക്ഷോഭം നടക്കുന്നത്. അപ്പോൾ അതൊരു വികേന്ദ്രീകൃത ബഹുജന പ്രതിഷേധമായി അവിടെ അങ്ങനെ ഉയരുകയാണ്. അതൊരു പരമ്പരയായി തന്നെ തുടരുകയുമാണ്. പെറുവിലാകട്ടെ യുവാക്കൾ പ്രസിഡന്റ് ദിന ബൊലൂട്ടിനെതിരെ അവിടെ പ്രതിഷേധം നടത്തുന്നു. അപ്പോൾ ബൊലുവാർട്ടെ എങ്ങനെ ഇതിനെ നേരിടും എന്ന് അറിയാതെ അന്താളിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധവുമായി
തെരുവിലേക്ക് ഇറങ്ങുന്നു, തലസ്ഥാനത്ത് പോലീസുമായി ഏറ്റുമുട്ടുന്നു, അപ്പോൾ പലർക്കും പരിക്കേൽക്കുന്നു. അപ്പോൾ അവിടെയുള്ളൊരു പ്രധാന ആവശ്യം പെൻഷൻ സമ്പ്രദായത്തിൽ ഒരു മാറ്റം വേണം എന്നതാണ്. 18 വയസ്സ് തികഞ്ഞ എല്ലാവരെയും ഏതെങ്കിലും ഒരു പെൻഷൻ പദ്ധതിയിൽ ചേർക്കണം. അപ്പോൾ അങ്ങനെ വന്നാൽ എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ ഈ ആളുകൾക്ക് പ്രായമാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നൊക്കെ ആലോചിച്ചുള്ള ആശങ്കകൾ ഒക്കെ ആകാം അവിടുത്തെ പ്രശ്നം. ഏതായാലും പ്രസിഡന്റ് ദിന ബൊലുവാർട്ടെക്കെതിരെ അവിടെ വലിയ തോതിൽ ജനരോഷം ഉണ്ട്. അത് അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആണുള്ളത്. ഇപ്പോൾ 2002 ബൊലുവാർട്ടെ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ ചില കിംവദന്തികൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ സുരക്ഷാ സേന അവിടുത്തെ വിയോജിപ്പുമായി വരുന്ന ആളുകളെ കൊലപ്പെടുത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തുവന്നു. പിന്നെ അഴിമതി ആരോപണങ്ങൾ വന്നു. പിന്നെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ ഒരു വലിയ വിഷയമായി. സാമ്പത്തിക അരക്ഷിതാവസ്ഥ മറ്റൊരു വലിയ വിഷയമായി. അപ്പോൾ സർക്കാരിന് മൊത്തത്തിൽ ഉത്തരവാദിത്വമില്ല എന്ന് ജനങ്ങൾ ആക്ഷേപിച്ചു. അത് പിന്നെ വലിയ ജനരോഷമായി. ആ ജനരോഷം ആളിക്കത്തി. അപ്പോൾ ഇന്തോനേഷ്യയിലും നേപ്പാളിലും ഒക്കെ യുവാക്കൾ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ നയിക്കുന്നു. അത് എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഈ ജാപ്പനീസ് സീരീസിലെ വൺ പീസ് മാങ്കയിൽ നിന്നുള്ള ആ തൊപ്പി, വൈക്കോൽ തൊപ്പി ധരിച്ച് തലയോട്ടിയും ആയി ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ലോകത്തെ യുവാക്കൾ അവർക്കൊരു അരക്ഷിതാവസ്ഥ തോന്നുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഴിമതി കുറയ്ക്കാൻ എത്രയും പെട്ടെന്ന് രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകേണ്ട ഒരു സാഹചര്യം ലോകമെമ്പാടും വരികയാണ്.